നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ കോരപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രിയ ക്ലിനിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിലെ അറിയപ്പെടുന്ന ത്വക്കുരോഗ വിദഗ്ധനും കൂടിയായ ശ്രീ രഘുത്തമൻ വൈദ്യരാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മരോഗങ്ങളും അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗത്തിന് അത്യുത്തമമായ ഒരു ഓയിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ പ്രിയ ഹെയർ ഓയിൽ തീർച്ചയായും കേരളത്തിലെ അനേകായിരം രോഗികൾക്ക് ആശ്വാസമായിട്ട് മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരുന്നുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചെല്ലാം നമുക്ക് വൈദ്യരോട് തന്നെ ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് ശ്രീ രഘുത്തമൻ വൈദ്യർ സർ. നമസ്കാരം. നമസ്കാരം വൈദ്യർ, ആദ്യം തന്നെ നമ്മൾക്ക് താങ്കളുടെ ഈ ഒരു ചികിത്സയിലേക്കുള്ള കടന്നുവരവ്, താങ്കളുടെ തുടക്ക കാലഘട്ടം, ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ വരുവാനുണ്ടായ സാഹചര്യം? നമ്മുടെ കാരണന്മാരായിട്ട്, അതായത് അപ്പൻ തലമുറകൾ, അച്ഛനായിട്ടുള്ള തലമുറകൾ പിന്തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചികിത്സയിലേക്ക് വന്നിട്ടുള്ളത്. അത് വർഷങ്ങളായി, അത് 35 വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും സ്വന്തമായിട്ടുണ്ടാക്കുന്ന മരുന്നാണ്. താങ്കളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും എണ്ണകളും തൈലങ്ങളും എല്ലാം താങ്കൾ തന്നെയാണല്ലോ നിർമ്മിക്കാറുള്ളത്? അതെ, ഞാൻ സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കുന്ന മരുന്നാണ്. സ്വന്തമായിട്ട് തന്നെ പച്ചമരുന്നുകൾ പറിച്ച് അത് വെളിച്ചെണ്ണയിൽ കാച്ചി തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഏതൊരു രോഗവും, സോറിയാസിസ് മാത്രമല്ല, തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഏതൊരു രോഗത്തിനും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ജനങ്ങളാൽ എന്നെ അറിയപ്പെടുന്നതാണ്. ഈ സോറിയാസിസിൻ്റെ ഓയിൽ എന്ന് പറഞ്ഞാൽ, സോറിയാസിസ് ഓയിൽ 2 സൈസ് ഓയിലുണ്ട്. ഈ ഓയിൽ കൊണ്ട് 70 കൊല്ലം വരെയും പഴക്കമുള്ള ചർമ്മരോഗം ഈ ഓയിൽ കൊണ്ട് മാത്രം മാറ്റിക്കൊടുക്കാനുള്ള കഴിവ് ഇന്ന് തമ്പുരാൻ തന്നിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ആദ്യം തന്നെ സോറിയാസിസ് എന്ന ഈ ഒരു രോഗത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. തീർച്ചയായും താങ്കളുടെ അപാര ശക്തിയുള്ള ഈ ഒരു എണ്ണ അതിന് വളരെ അധികം ഫലപ്രദമാകുന്നത് നമുക്ക് അനുഭവസ്ഥരെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സോറിയാസിസ് എന്താണ്? സോറിയാസിസ് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് സോറിയാസിസിൽ തന്നെ ഉള്ളത്? ഒരു 10-12 മോഡല് സോറിയാസിസ് ഉണ്ട്. ഇത് ഈ ഏത് സോറിയാസിസ് ആണെങ്കിലും നമ്മൾ അതിനെ സോറിയാസിസ് എന്ന് പറയാതെ തൊലിപ്പുറമേ ഉണ്ടാകുന്ന രോഗമെന്ന് മാത്രം മനസ്സിൽ കണക്കൂട്ടി അതിനുവേണ്ടി കൈകാര്യം ചെയ്തു പോവുക. ഈ എണ്ണ, ഞങ്ങൾ കൊടുക്കുന്ന വെളിച്ചെണ്ണ തേച്ച് അസുഖത്തെ 100% കലകൾ വരെയും മാറ്റി വിടുന്നതാണ് നമ്മളുടെ രീതി. സോറിയാസിസ് അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗം കൊണ്ട് ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് താങ്കൾ കൊടുക്കുന്ന എണ്ണ അല്ലെങ്കിൽ തൈലം, അതിൻ്റെ ഒരു ഉപയോഗക്രമവും ഈ ഉപയോഗക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പാലിക്കേണ്ട പഥ്യങ്ങളും കൃത്യമായി പാലിക്കേണ്ട ഭക്ഷണക്രമങ്ങളും അതുപോലെ എന്തൊക്കെ ഒഴിവാക്കാം, എന്തൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. അത് സാധാരണഗതിയിൽ ഒരു രോഗി, അതായത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഫുള്ളായിട്ടുണ്ടായാലും ഭാഗികമായിട്ടുണ്ടായാലും തലയിൽ താരനുണ്ടായാലും ഫുള്ളായിട്ട് ഇവിടെ നിന്ന് തേക്കുന്ന എണ്ണ, ഒരു നേരം തേക്കുന്നത് 50 മില്ലി എണ്ണ ഒരു നേരം ശരീരം ഒട്ടാകെ തേച്ച് പിടിപ്പിച്ച് 2 നേരവും 100 മില്ലി എണ്ണ ഒരു ഫുള്ളായിട്ട് ഒരാൾ തേക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ശരീരത്തിന് അത് പൂർണ്ണമായിട്ട് നിസ്സാര മാസം, അതായത് 70 കൊല്ലം വരെ പഴക്കമുള്ളത് ഒരു 6-7 മാസം കൊണ്ട് നമുക്ക് നിശേഷം എടുത്ത് കളയാൻ സാധിക്കും. വൈദ്യർ, അതുപോലെ തന്നെ ഈ സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ, ഇത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ വ്യക്തി ഏതൊക്കെ രീതിയിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കാണോ? അത് എന്താണ് ഇത് ഒരു വ്യക്തിക്ക് ഉണ്ടാകാനുള്ള കാരണം? ഏതൊരു വ്യക്തിയായാലും ശരീര ഹീറ്റ് കൂടുന്ന ആളുകൾക്കേ ചർമ്മ രോഗം ഉണ്ടാകൂ. അത് രോമകോശം വഴി വരുന്നൊരു ഫംഗസാണ്, ബ്ലഡിലോ മാംസത്തിലോ ഉള്ളതല്ല. ആ ശരീരത്തുണ്ടാകുന്ന രോമകോശങ്ങൾ ഉണ്ടാകുന്ന ചൂട് അതിസൂക്ഷ്മമായിട്ടുണ്ടാകുമ്പോഴാണ് ചെതമ്പൽ പോലെ, പാമ്പിൻ്റെ പടം കൊഴിഞ്ഞ പോലെയൊക്കെ ഉണ്ടാകും, വികൃത രൂപങ്ങളുണ്ടാകും, വെള്ളം ഒഴുകുന്നുണ്ടാകും. അത് ഏത് രൂപമായാലും ഈ ഗോൾഡ് ഓയിൽ കൊണ്ട് നമുക്ക് നിശേഷം മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് പകരുന്ന രോഗമാണെന്ന് പറഞ്ഞ് ആൾക്കാരെ വേർതിരിച്ച് വരെയും കാണുന്ന ഒരു സമൂഹത്തിലുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇത് പകരുന്ന രോഗമേ അല്ല, മാറാ രോഗമേ ഇല്ല. നമ്മൾ നിസ്സാര ഈ ഓയിൽ കൊണ്ട് മാത്രം ഉള്ളിൽ 1 രൂപയുടെ മരുന്ന് കഴിക്കാതെ പിന്നെ അവരുടെ വയറ് ക്ലിയർ ആക്കുക, പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ക്രമീകരണം ഉണ്ടാക്കുക. ഇത് പ്രത്യേകിച്ചും ഇത്
താങ്കൾ പറയുകയുണ്ടായി ചൂട് കൂടുതലുള്ള വ്യക്തികൾക്കായിരിക്കും ഇതുണ്ടാകുന്നത്. സത്യത്തിൽ ഇതിൻ്റെ തുടക്കം നമ്മൾ ഒരു വ്യക്തിക്ക് ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഇത് ഇന്ന രോഗമാണ് എന്ന് ഒരു വ്യക്തി നമുക്ക് സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലൊന്നും പോകാതെ തന്നെ ചിലപ്പം സ്വാഭാവികമായിട്ട് പല വ്യക്തികളും അല്ലെങ്കിൽ പല ആൾക്കാരും ചെറിയ ചൊറിച്ചിലോ അല്ലെങ്കിൽ കുരു വന്ന് പൊട്ടിയാലൊന്നും ഹോസ്പിറ്റലൊന്നും പോകാതെ സിമ്പിളായിട്ട് കാണുന്ന വ്യക്തികളാണല്ലോ. പക്ഷേ ഇത് വളരുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിൽ പടർന്നിരിക്കുന്നത് രോഗം ഇതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് സാധാരണഗതിയിൽ ഒരു ചൂടുകുരു പോലെ ആദ്യം വരും. അത് പിന്നെ വിയർപ്പിൻ്റെ ശക്തി കൊണ്ട് അത് പടർന്ന് പന്തലിച്ച് വരുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള രോഗമാണെന്ന് അത് മറ്റുള്ള ആൾക്കാർ ഡോക്ടർമാരെ കാണിക്കുമല്ലോ. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഉദിക്കുന്നത് സോറിയാസിസ് ആണ്, ഇതൊരു മാറാത്ത രോഗമാണ് എന്ന് അവരുടെ ബോധത്തോട് അവരോട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിന്തയെ കൂടി അവർ കുറേ നാൾ ഗുളികകളും മരുന്നുകളൊക്കെ കഴിച്ച് മാറാണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ള ഈ വൈദ്യന്മാരെ സമീപിക്കാൻ വരുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള വൈദ്യന്മാരെ സമീപിക്കുമ്പോൾ എന്തുവരും? ഒരുപാട് മരുന്നുകളൊന്നും ഉള്ളിൽ കഴിക്കാതെ, എന്നെ സംബന്ധിച്ചോളം ഒരുപാട് മരുന്ന് ഉള്ളിൽ കഴിക്കാതെ ഈ പുറമേ തന്നെ തേച്ചാണ് 99% ആളുടെ അസുഖം മാറ്റുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഈ മരുന്ന് കൊടുത്ത് അവരെ അസുഖങ്ങൾ മാറ്റുന്നത്. ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട പഥ്യങ്ങൾ, ഇപ്പം താങ്കളുടെ ചികിത്സ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും മറ്റുള്ള രീതികളും എങ്ങനെയാണ് അയാളുടെ ആ ജീവിതശൈലി പിന്നീട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് പറയും? അത് സാധാരണഗതിയിൽ പറഞ്ഞാൽ ഇത് പകർന്ന രോഗമല്ലെങ്കിലും ഈ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഏതൊരു രോഗമായാലും ആ ആള് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ, അതായത് മീൻ വർഗത്തിൽ, അതായത് ഇറച്ചി മാംസത്തിൽ തെരണ്ടി, സ്രാവ്, നങ്ക് എന്ന് പറഞ്ഞാൽ മാന്ത, ഏട്ട, കല്ലുമ്മക്കായ്, ഞണ്ട്, കൊഞ്ച്, കോഴിയിറച്ചി, ബീഫ്, അയില, പപ്പടം, ഇതാണ് മീൻ വർഗത്തിൽ കഴിക്കാൻ പാടില്ലാത്തത്. പച്ചക്കറി, അതെ, പച്ചക്കറിയിലാണെങ്കിലും മുരിങ്ങയുടെ ഇല, വഴുതനങ്ങ, ഉഴുന്നുവട, പപ്പടം, ഇതാണ് ഒഴിവാക്കേണ്ടത്. മറ്റേ സാധാരണഗതിയിൽ ഭക്ഷണ ക്രമീകരണം ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജീവിതക്രമം, ജീവിത ചിട്ട, ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ ഏതുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഉറങ്ങുന്നിടം വരെയുള്ള ഒരു ക്രമത്തെ കുറിച്ചൊന്ന് പറയാം. സാധാരണഗതിയിൽ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമേ കുടിക്കേണ്ടത് ഒരു 5 ഗ്ലാസ് തണുത്ത വെള്ളം, അതായത് ഐസ് വാട്ടർ അല്ല, തിളപ്പിച്ച് ചൂടാക്കിയ വെള്ളം ഒരു 5 ഗ്ലാസ്സെങ്കിൽ മിനിമം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ട് കൂടാണ്ട് പോകാനോ, അതായത് ഉദരം ക്ലിയർ ആയാൽ ചർമ്മ രോഗമില്ലെന്നുള്ളതാണ്. അപ്പോൾ വേറെ മരുന്ന് കുടിക്കാതെ ഒരു 5 ഗ്ലാസ് ലൈറ്റ് ചൂടുവെള്ളം കുടിച്ച് അയാൾ ബാത്റൂമിൽ പോയി എല്ലാ കാര്യങ്ങളും കർമ്മമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എണ്ണ തേച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇനി 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് എണ്ണ തേച്ചിട്ടേ പോകാവൂ. അങ്ങനെ തേച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ 100% ശരീരത്തിൽ ചർമ്മരോഗം വിട്ടുപോകും, കല വരെയും വിട്ടുപോകും, പാട് പോലും കാണില്ല. അതിനാണ് കുളി കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഈ എണ്ണ, ഈ ഓയിൽ ഒന്ന് തടവണമെന്ന് പറയുന്നുണ്ട്. ഏതൊരു ജോലിക്ക് പോയാലും, ഒരു AC പോയാലും സാധാരണ നാടൻ പണിക്ക് പോയാലും എണ്ണമയം ശരീരത്തുണ്ടെങ്കിൽ ചർമ്മരോഗം വിട്ടുപോകും. അതുപോലെ വയറ് ശോധന വേണം. അത് കൂടാതെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വയറിളക്കേണ്ടി വരും. അതായത് 4 ആഴ്ച വയറിളക്കണം. അത് നമ്മൾ സാധാരണ ആയുർവേദ ഗുളിക തന്നെയാണ്, എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. SP ടാബ്ലറ്റ്, ബാലസുധ, ഈ 2 ഗുളികയിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരാഴ്ച കണക്കാക്കി മേടിച്ച് വയറിളക്കുക, നല്ലതാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടുമ്പോൾ 2 പ്രാവശ്യം വയറിളക്കുക. പിന്നെ മാസം വയറിളക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊരു രോഗം ഉണ്ടാവില്ല. അത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞായാലും കുട്ടിയായാലും വലിയ ആളായാലും ആരും വയറിളക്കുന്നത് നല്ലത് തന്നെയാണ്. വൈദ്യർ, താങ്കളുടെ ഏകദേശം 35 വർഷത്തെ ഈ ഒരു സേവന കാലയളവിൽ ഈ ഒരു അസുഖത്തെക്കുറിച്ച് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രോഗത്തിൽപ്പെട്ടതാണ് ഈ സോറിയാസിസും. കാരണം ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരു മേഖല കൂടി തന്നെയാണ് ഈ രോഗമുള്ള വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു വേദന. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഏതൊരു രോഗത്തിനും ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, ചിലത് വെള്ളം ഒഴുകണതുണ്ടാകും, ചിലത് പാമ്പിൻ്റെ പടം കൊഴിഞ്ഞു പോലെ ഉണ്ടാകും, ചില ആളുകൾ വികൃതമായ രൂപത്തിലുണ്ടാകും, ചില ആളുകൾ നീര് വന്ന് വീർത്തിരിപ്പുണ്ടാകും. ഇവരെല്ലാം കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് സ്വന്തം കുടുംബത്തിലുള്ള മക്കളായാലും
ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും വേർതിരിഞ്ഞ് ഒരു നോട്ടം കാണുന്ന പ്രവൃത്തികൾ നമ്മുടെ അനവധി നമ്മുടെ മുൻപിൽ കാണുന്നുണ്ട്. ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ഇതൊരിക്കലും പകരുന്ന രോഗമേ അല്ല. മറ്റാളുകൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് അവരുടെ മാനസികാവസ്ഥ. അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കും തോറും അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുപോകും. അവർക്ക് കൂടുതൽ മാനസിക വിഷമം ഉണ്ടാകും. അവർ ഒരു വ്യത്യസ്ത രീതിയിൽ കാണുമ്പോൾ, അത് ഒരു അറപ്പ് പോലെയുള്ള കാണുന്ന രീതി കാണുമ്പോൾ ആ രോഗിക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമം കൊണ്ടാണ് രോഗങ്ങൾ ആകുന്നതും മുക്കാൽ ഭാഗവും വിട്ടുപോകാത്തതിൻ്റെ കാരണം. അതേ സമയത്ത് സന്തോഷകരമായിട്ട് അമ്മയായാലും ഭാര്യയായാലും മക്കളായാലും അച്ഛനായാലും അവരെ ശരിക്ക് പരിപാലിക്കുക, അവരുടെ ശരീരത്തെ ഈ എണ്ണ കൊണ്ട് ഓടി ശരിക്കും പരിപാലിക്കുകയാണെങ്കിൽ 100% നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന് മുൻപ് ഈ അസുഖം മാറിപ്പോയിട്ടുള്ള ഒരു ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അനേക ആളുകൾ അന്യ സംസ്ഥാനങ്ങളിലും അന്യദേശങ്ങളിലും ഗൾഫിലൊക്കെ പോയി ജീവിക്കുന്നുണ്ട്. അവരിവിടെ ലീവിന് വരുമ്പോൾ അവരെ ഭാര്യമാരായാലും മക്കളായാലും അവരെ നന്നായിട്ട് എണ്ണ തേച്ച് പരിപാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാനസിക സന്തോഷം ഉണ്ടാകുന്നു. മാനസിക സന്തോഷം കൊണ്ട് നമ്മൾ ഇവിടെ 6 മാസം പറഞ്ഞാൽ 3 മാസം കൊണ്ട് അസുഖം മാറി അവർ ഗൾഫിലേക്ക് പോകുന്ന അനവധി ആൾക്കാരെ ഞാൻ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും സോറിയാസിസ് എന്ന് പറഞ്ഞ ഈ ഒരു രോഗം തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ കാണുന്ന വ്യക്തികൾക്ക് തീർച്ചയായും വൈദ്യരുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം 10-35 വർഷ കാലയളവിൽ അനേകായിരം രോഗികളെ കാണുകയും അവർക്ക് വേണ്ട ചികിത്സ ചെയ്ത് വളരെ നല്ല രീതിയിൽ അവരുടെ ആ വിഷമങ്ങളും അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തന്നെ വിഷമങ്ങൾ മാറ്റിയെടുത്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് രഘുത്തമൻ വൈദ്യർ സാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒരു വ്യക്തിക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇത്രയും കരുത്തും ബലവുമുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രിയ ഹെയർ ഓയിൽ, അതും വളരെ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് പ്രിയ ഹെയർ ഓയിൽ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് സാർ പ്രിയ ഹെയർ ഓയിൽ, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇതിന്റെ ഈ ഒരു ആശയം താങ്കളിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? പ്രിയ ഹെയർ ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പച്ചമരുന്നുകൾ, അതായത് 10-100 കൂട്ടം മരുന്നുകളിട്ട് കാച്ചി സ്വന്തമായിട്ട് പറിച്ചെടുത്ത് കാച്ചി എന്ന് തന്നെ പറയാം. വില കൊടുത്ത് വാങ്ങൽ വളരെ കുറവാണ്. ഈ 10-100 കൂട്ടം മരുന്ന് നമ്മൾ സ്വന്തമായിട്ട് സംഭരിച്ച് അത് എണ്ണയിലിട്ട് 2 ദിവസം വെച്ച് ചീഞ്ഞതിന് ശേഷം അത് അടുപ്പത്ത് വെച്ച് കാച്ചി എടുത്ത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം, തലക്ക് മെയിനായിട്ട് തലക്ക് തണുപ്പാണ് ഉണ്ടാകുന്നത്, തലക്കൊരു കുളിർമ ഉണ്ടാകുക. പിന്നീട് ആ കുളിർമ കൊണ്ടാണ് നമ്മൾക്ക് താരൻ എന്ന് പറയുന്ന സാധനം, അതായത് താരൻ എന്ന് പറയുന്നത് ചർമ്മരോഗത്തിൻ്റെ രാജാവാണ് താരൻ. ഈ താരൻ എന്ന് പറയുന്ന സാധനം എല്ലാവരും സിമ്പിളായിട്ട് കളയും. പക്ഷേ താരനിൽ നിന്നാണ് നമുക്ക് ചർമ്മരോഗം 90% ഉൽപ്പാദിച്ചു വരുന്നത്. അത് നിശേഷം ഇല്ലാണ്ടായി പോവും ഈ താരൻ, ഈ പ്രിയ ഹെയർ ഓയിൽ തേച്ചാൽ. അതുപോലെ തന്നെ നമുക്ക് തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ അതുകൊണ്ട് പോകും. മുടി കൊഴിച്ചിൽ, ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നതിന് കാരണമുണ്ട്. ശരീരവും തലയും ചൂട് കൂടിയാൽ മുടി കൊഴിയും, മനസ്സിൽ ടെൻഷൻ അടിച്ചാൽ മുടി കൊഴിയും, താരനുണ്ടെങ്കിൽ മുടി കൊഴിയും. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടി പ്രിയ ഹെയർ ഓയിൽ 100% ഫലപ്രദമുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് പറഞ്ഞത് താരൻ, മുടി കൊഴിച്ചിൽ. പോയ മുടി വരെ തിരിച്ചു വരണമെങ്കിൽ ഒരു 6 ആഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും പോയ മുടി തിരിച്ചു വരണമെങ്കിൽ നമുക്ക് അതിനും ഒരു കാരണങ്ങളുണ്ട്. ഈ പോയ മുടി തിരിച്ചു വരാൻ കോശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ പുതിയ മുടി വരും. അതായത് ഒരുണ്ട വെള്ളുള്ളി എടുത്ത് 6 ആഴ്ച കഴിഞ്ഞിട്ട് ഒരുണ്ട വെള്ളുള്ളി എടുത്ത് തൊണ്ട് കളഞ്ഞ് ചമ്മന്തി പോലെ ചതച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ, മസാജ് ചെയ്താൽ മാത്രം പോരാ, 15 മിനിറ്റ് കഴിയുമ്പോൾ ഹെയർ ഓയിൽ തേച്ചോളണം, അല്ലെങ്കിൽ തല പൊള്ളിപ്പോവും. അപ്പോൾ ഈ ഹെയർ ഓയിൽ തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എണ്ണ തേച്ച് കുളിക്കാം. പക്ഷെ ഇതിൻ്റെ കൂടെ മുടി കൊഴിച്ചിൽ, പിന്നെ അതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. മുടി നരച്ച മുടിനെ കറുപ്പിക്കുകയൊന്നുമില്ല. മുടി നരച്ച മുടിനെ കറുപ്പിക്കലല്ല, വളരുന്ന മുടി കറുപ്പായിട്ട് വരും. ഉള്ള മുടിക്ക് നല്ല കറുപ്പും കിട്ടും, നല്ല അഴക് കിട്ടും. ഈ മുടി ഹെയറിന്, താടി, ആണുങ്ങൾക്കാണെങ്കിൽ താടി, തല, മീശക്ക് മാത്രം, പെണ്ണുങ്ങൾക്കാണെങ്കിൽ തലയോട്ടിലും ഹെയറിലും മാത്രം തേച്ച് അവർക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനും വേറെ മണോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ടുള്ള സ്മെല്ലായിരിക്കും. എന്താ പറയുക, 100% ഇത് മുടിക്ക് വേണ്ടിയുള്ള എല്ലാ ഗുണങ്ങളും ഇതിൽ നിന്ന് കിട്ടും. വൈദ്യർ, ഈ ഹെയർ ഓയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്. അവർക്ക് അവിടുത്തെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് സ്ഥിരമായി മുടികൊഴിച്ചിലിനെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മുടികൊഴിച്ചിൽ തന്നെയാണ്. തീർച്ചയായിട്ടും 2 വർഷത്തെ ജോലിക്ക് ശേഷം അല്ലെങ്കിൽ 3-4 വർഷം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലെത്തുന്ന പല ആൾക്കാരും ഇവിടുന്ന് പോയതുപോലല്ല തിരിച്ച് അവരുടെ മുടി കൊണ്ടുവരുന്നത്. ഒന്നിൽ കഷണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഗൾഫ് ഗേറ്റ് ഫിക്സഡ് മുടി വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്.
ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ ഒരു തൈലം, ഈ എണ്ണ അവർക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പറയുന്നത്. 100% ഈ എണ്ണ ഫലപ്രദമാണ്. ഇവിടുന്ന് അനേക ആളുകൾ ഗൾഫിലേക്ക് ഈ എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. അത് കൊണ്ടുപോകാൻ ആർക്കും യാതൊരു തടസ്സവും ഇന്ന് വരെയുണ്ടായിട്ടില്ല. എവിടെ പോയി ചെക്ക് ചെയ്താലും ഇത് യാതൊരു വിധത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഇന്നും ഈ എണ്ണ കയറിപ്പോട്ട് 35 വർഷമായിട്ട് ഈ എണ്ണ സ്വന്തമായിട്ടുണ്ടാക്കുന്നു. എനിക്ക് എൻ്റേതായ സ്ഥാപനങ്ങളിൽ മാത്രം വിൽപ്പനയാണ്, അല്ലാതെ പുറത്ത് ഏജൻറ്റുകൾ കൊടുക്കണതല്ല. 100% ഫലപ്രദമുള്ള ഓരോ ഓയിലാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ചോദിക്കാം. 100% മുടി കൊഴിച്ചിൽ നിൽക്കും. ഗൾഫ് കൺട്രികൾക്കാണ് ഏറ്റവും കൂടുതൽ ബലം. കാരണം ഇവിടെ നാട്ടിലേലും കൂടുതൽ അവിടെ അവർക്ക് സമയം കിട്ടുന്നുണ്ട്, സൗകര്യം കിട്ടുന്നുണ്ട്, തേക്കുന്നുണ്ട്, അതിനുള്ള ഫലം ഉണ്ടാകുന്നുണ്ട്. പ്രിയ ക്ലിനിക്കും രഘുത്തുമൻ വൈദ്യരുടെ സേവനങ്ങളും എവിടേക്കാണ് കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എറണാകുളത്തുള്ളത് വൈപ്പിൻകരയിലാണ്, എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞായറാഴ്ച ദിവസം. പിന്നീടുള്ളത് ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ICC ബാങ്കിന് എതിർവശം. പിന്നുള്ളത് കോട്ടക്കൽ എരടിക്കോട്. പിന്നെ ഉള്ളത് കൊണ്ടോട്ടി കുറുപ്പത്ത്, കൊണ്ടോട്ടി. പിന്നെ കോഴിക്കോട് കോരപ്പുഴ. പിന്നെ ഉള്ളത് അഴിയൂരാണ്, മാഹി അഴിയൂര്. വടകരക്കും മാഹിക്കും ഇടക്ക് അഴിയൂര്. പിന്നെ ഉള്ളത് തലശ്ശേരി പാനൂര്. പിന്നെ കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി. പിന്നെ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ വേറെ ഉണ്ട് പള്ളിക്കുളം. പിന്നെ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ തൃക്കരിപ്പൂരാണ്, തങ്കൈമുക്ക്. അതെ, ഇത്ര സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഏത് സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിലും താങ്കളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ സമയം ഫിക്സ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും 2 നമ്പർ ഉണ്ട്. ആ 2 നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും കൃത്യമായിട്ട് സ്ഥലവും അടയാളവും കറക്റ്റ് വഴിയും പറഞ്ഞു തരുന്നതായിരിക്കും. അരമണിക്കൂർ വിരുന്ന് പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കളുടെ പ്രിയ ക്ലിനിക്കും അതുപോലെ അവിടുത്തെ സോറിയാസിസ് ക്ലിനിക്കുകളും സോറിയാസിസിന്റെ ചികിത്സകളും സോറിയാസിസ് ഗോൾഡ് ഓയിലും പ്രിയ ഹെയർ ഓയിലിന്റെ എല്ലാം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.